ഷാജി ജോസഫ് ഈ പ്രചാരണ കാലത്ത് ബീഹാറിൽ വളരെയധികം സമയം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ ഈ ലീഡ് നില കാണുമ്പോൾ എന്ത് തോന്നുന്നു? നിതീഷ് കുമാർ തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധാകേന്ദ്രം? നേരത്തെ ഒരു കാര്യം വളരെ കൃത്യമാണ്. നിതീഷ് കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് പറഞ്ഞാലും, ബീഹാറിലെ ജനങ്ങൾ 2005 ശേഷം നിതീഷ് കുമാർ ബീഹാറിൽ കൊണ്ടുവന്ന സമുചിത മാറ്റങ്ങൾക്ക് ഇപ്പോഴും വലിയ പിന്തുണ നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ലീഡ് നില. ഒരു കാര്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ മഹാഗഠബന്ധൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിന്തുണ നോക്കിയാൽ, ലാലു പ്രസാദ് യാദവിൻ്റെ 990 മുതൽ ഇങ്ങോട്ട് 2005 വരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയായി അവസാനിക്കുന്ന കാലഘട്ടം വരെയുള്ള ഭരണത്തിൻ്റെ ഒരു വലിയ ലയബിലിറ്റി ഇപ്പോൾ ഈ രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാവായിരിക്കുന്ന തേജസ്വി യാദവിനെ പിന്തുടരുകയാണ്. ആ ലയബിലിറ്റിയിൽ നിന്നും കാര്യം, അദ്ദേഹം 2 പ്രാവശ്യം ഈ കാലഘട്ടത്തിൽ തൻ്റെ പിതാവിനോ തൻ്റെ മാതാവിനോ സംഭവിച്ച വീഴ്ചകൾക്ക് മാപ്പ് പറഞ്ഞു, പരസ്യമായി മാപ്പ് പറഞ്ഞു. എങ്കിൽ പോലും നിതീഷ് കുമാർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ, അത് പ്രൊഹിബിഷനിലൂടെയും സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തുകൊണ്ടും ഇപ്പോൾ ജീവികയിലൂടെ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സാമ്പത്തിക സപ്പോർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, പ്രൊഹിബിഷനും റിസർവേഷനുമൊക്കെ സ്കൂൾ കുട്ടികൾക്ക് വലിയ രീതിയിൽ സൈക്കിൾ, സ്റ്റേറ്റ് മുഴുവൻ സൈക്കിൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച വെൽഫെയർ മെഷേഴ്സ്, അതിപ്പോഴും ജനങ്ങൾ, നമ്മൾ ഓർക്കണം, സ്കൂളിൽ പഠിച്ചുകൊണ്ട് 2005 സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സൈക്കിൾ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 20 വയസ്സിന് മേളിലും എത്തുമ്പോഴും നിതീഷ് കുമാറിൻ്റെ വെൽഫെയർ മെഷേഴ്സ് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ നൽകുന്ന വലിയ ഒരു സപ്പോർട്ട്, അത് നിതീഷ് കുമാറിനെ ഇപ്പോഴും BJPക്ക് പോലും ഒരു വെല്ലുവിളിയാക്കി മുന്നോട്ട്. ഇപ്പോൾ ഷാജി ജോസഫ് പറഞ്ഞ പോലെ ബീഹാറിൻ്റെ പൾസ് അറിയുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ നേതാവ് താൻ തന്നെയാണ്. അങ്ങനെ തന്നെ കുറച്ചു കാട്ടാൻ ശ്രമിച്ചവർക്കൊക്കെ ഒരു മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ വിജയം ഈ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നിതീഷ് കുമാർ അത്ര ഗംഭീരമായി തെളിയിക്കുന്നു എന്ന് പറയാം.